ഹരേ കൃഷ്ണ, നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗണേശായ നമ, സരസ്വതിയെ നമ. കനകധാരാ സ്തോത്രം അത് രചിച്ചത് ശങ്കരാചാര്യരാണ്. അപ്പോൾ ശങ്കരാചാര്യർ നമ്മുടെ ഈ ഒരു സംസ്കാരത്തിന് നൽകിയ സംഭാവനകൾ അത് എത്ര പറഞ്ഞാലും അത് മതിയാവില്ല, അത്രയ്ക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ആ ഒരു ഹിന്ദു സംസ്കാരം അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയുന്നത് അത് വളരെയധികം നല്ല ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിന് തന്നെ കാരണം ശങ്കരാചാര്യരുടെ ഒരുപാട് സംഭാവനകൾ അതിലുണ്ട്. അപ്പം ശങ്കരാചാര്യർ തൻ്റെ ഗുരുകുലവാസ സമയത്ത് ഈ ബ്രാഹ്മണ ഗൃഹങ്ങളിലൊക്കെ പോയിട്ട് ഭിക്ഷ യാചിച്ചു കൊണ്ടുവന്നിട്ടാണല്ലോ അവർ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ പോയപ്പോൾ അവിടുത്തെ ഗൃഹനാഥയ്ക്ക് ഭിക്ഷയായിട്ട് കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവിടെ ആ ശങ്കരാചാര്യരെ അവിടെ ഇരുത്തി ഒന്നുമില്ല എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ചപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും, പോയി നോക്കിയിട്ട് വരൂ എന്ന് ശങ്കരാചാര്യർ പറയുകയും അപ്പോൾ പോയി നോക്കിയപ്പോൾ ഒരു നെല്ലിക്ക ഉണ്ടായിരുന്നു. ആ നെല്ലിക്ക കൊണ്ടുവന്ന് ശങ്കരാചാര്യർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുത്ത ആ സമയത്ത് ശങ്കരാചാര്യർ ലക്ഷ്മി ദേവിയെ സ്തുതിക്കുകയും ആ സ്തോത്രമാണ് കനകധാരാ സ്തോത്രം. ആ സ്തോത്രം രചിച്ച് ലക്ഷ്മിയെ സ്തുതിച്ച് കഴിഞ്ഞ സമയത്ത് ആ വീട്ടുമുറ്റത്ത് സ്വർണ്ണ നെല്ലിക്കകൾ വർഷിച്ചു എന്ന് ആണ് ഐതിഹ്യം. അപ്പം സ്വർണ്ണമണികൾ അല്ലെങ്കിൽ സ്വർണ്ണ നെല്ലിക്കകൾ വർഷിച്ചു. അതാണ് കനകധാരാ സ്തോത്രം. ആ ഒരു സ്തോത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ഒരുപാട് തരത്തിൽ പലതരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മൾക്ക് ഈ ഒരു പിന്നെ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എപ്പോഴും ലോകം എപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ഇങ്ങനെ പലതും കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. അപ്പോൾ ആ ഒരു എല്ലാ സമയത്തും നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു സമ്പത്തും ഐശ്വര്യവുമൊക്കെ നിലനിർത്തി തരണേ എന്ന് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സ്തുതിക്കുക. ലക്ഷ്മിയെ സ്തുതിക്കുമ്പോൾ ആ ഒരു ഐശ്വര്യവും സമ്പത്തും നമ്മളിൽ വന്നു ചേരും എന്നും ഭക്തന്മാർ ദാരിദ്ര്യശമനത്തിനായിട്ട് ഈ കനകധാരാ സ്തോത്രം സ്തുതിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ചൊല്ലാം. മഹാലക്ഷ്മിക്ക് നമസ്കാരം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. മഹാവിഷ്ണുവിന് നമസ്കാരം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗണേശായ നമ, സരസ്വതി നമ. ശ്രീ കനകധാരാ സ്തോത്രം. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീലാ മംഗല്യദാസ്തു മമ മംഗലദേവതായാ മുഗ്ധാമുഹുർവിദദതി വദനേ മുരാരേ പ്രേമത്രപാ പ്രണിഹിതാനി ഗദാഗദാനി മാലാദൃശോർമധുകരീ ഇവ മഹോൽപലേയ സാമേ ശ്രിയം ദിശതു സാഗരസംഭവായാഃ ആമീലിതാക്ഷമധിഗമ്യ മുദാ മുകുന്ദം ആനന്ദഗന്ധമനിമേഷമനംഗതന്ത്രം ആഗേകരസ്ഥിതഗണീനികപക്ഷ്മനേത്രം ബുദ്ധേ ഭവേന്മമ ഭുജംഗശയാങ്കനായാഃ ബാഹ്വന്തരേ മധുജിതശ്രിതകൗസ്തുഭേയാ ഹാരാവലി ഇവ ഹരിനീലമയീ വിഭാതി കാമപ്രദാ ഭഗവതോപി കടാക്ഷമാലാ കല്യാണമാവഹതു മേ കമലാലയായാഃ കാളാംബുദാളിലളിതോരസികൈഡഭാരേർ ധാരാധരേത് സ്ഫുരതിയാതടിധങ്കനേവ മാതുസ്സമസ്തജഗദാം മഹനീയമക്ഷീ ഭദ്രാണി മേ ദിശതു ഭാർഗവനന്ദനായാഃ പ്രാപ്തം പദം പ്രദമദ ഖലു യൽ പ്രഭാവാൽ മംഗല്യഭാജി മധുമാദിനി മന്മദേന മയ്യാവദേത്തദിഹമന്തരമീക്ഷണാർത്ഥം നന്ദാലസം ച മകരാലയ കന്യകായാഃ
വിശ്വാമരേന്ദ്രപദവീഭ്രമദാനദക്ഷം ആനന്ദഹേതുരധികം മുരവിദ്യുഷോഭീ ഈശന്യഷീദതു മയി ക്ഷണമീക്ഷണാർദ്ധം ഇന്ദീവരോദര സഹോദരമിന്ദിരായാഃ ഇഷ്ടാവിശിഷ്ടമതയോഭിയയാദയാർദ്ര ദൃഷ്ട്യാ ത്രിവിഷ്ടപദം സുലഭം ലഭന്തി ദൃഷ്ടിപ്രഹൃഷ്ടകമലോദരദീപ്തിരിഷ്ടാം പുഷ്ടീം കൃഷീഷ്ട മമ പുഷ്കരവിഷ്ടരായാഃ ദദ്യാദയാനുപവനോ ദ്രവിണാംബുധാരാം അസ്മിന്ന കിഞ്ചന വിഹംഗശിശൗ നിഷന്നേ ദുഷ്കർമ്മഘർമ്മമപനീയ ചിരായ ദൂരം നാരായണ പ്രണയനീ നയനാംബുവാഹഃ ഗീർദേവദേതി ഗരുഡധ്വജസുന്ദരീതി ശാകംബരീതി ശശിശേഖരവല്ലഭേതി സൃഷ്ടിസ്ഥിതിപ്രളയകേളിഷു സംസ്ഥിതായി തസ്യൈ നമസ്ത്രിഭുവനൈകഗുരോസ്തരുണ്യൈ ശുദ്ധ്യൈ നമോസ്തു ശുഭകർമ്മഫലപ്രസൂത്यै രത്यै നമോസ്തു രമണീയഗുണാശ്രയാयै ശക്തിयै നമോസ്തു ശതപത്രനികേതനാयै പുഷ്ട്यै നമോസ്തു പുരുഷോത്തമവല്ലഭാयै നമോസ്തു നാളീകനിഭാനനാयै നമോസ്തു ദുഗ്ധോദധിജന്മഭൂമ്യേ നമോസ്തു സോമാമൃതസോധരാयै നമോസ്തു നാരായണവല്ലഭാयै നമോസ്തു ഹേമാംബുജപീഡികാयै നമോസ്തു ഭൂമണ്ഡലനായികാयै നമോസ്തു ദേവാദിദയാപരാयै നമോസ്തു ശാർങ്ഗായുധവല്ലഭാयै നമോസ്തു ദേവ്യേ ഭൃഗുനന്ദനാयै നമോസ്തു വിഷ്ണോരസിസ്ഥിതാयै നമോസ്തു ലക്ഷ്മീ കമലാലയാयै നമോസ്തു ദാമോദരവല്ലഭാयै നമോസ്തു കാന്ത്യൈ കമലേക്ഷണാयै നമോസ്തു ബുദ്ധ്യൈ ഭുവനപ്രസൂത്यै നമോസ്തു ദേവാദിഭിരർഷിതാयै നമോസ്തു നന്ദാത്മജവല്ലഭാयै സമ്പൽക്കരാണി സകലേന്ദ്രിയനന്ദനാനി സാമ്രാജ്യദാനവിഭവാനി സരോരുഹാക്ഷി ത്വദ്വന്ദനാനി ദുഹിതാഹരണോദ്യതാനി മാമേവ മാതരനിശം കലയന്തു മാന്യേ സരസിജനിലയേ സരോജഹസ്തേ ധവളതമാംശുഗന്ധമാല്യശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവനഭൂതികരീ പ്രസീദ മഹ്യം കമലേ കമലാക്ഷവല്ലഭേ തേ കരുണാപൂരതരംഗിതൈരഭാങ്കേ അവലോകയ മാമകിഞ്ചനാനാം പ്രഥമം പാത്രമകൃത്രിമം ദയായാഃ സ്തുവന്തി യേ സ്തുതിഭിരമൗഭിരന്വഹം ത്രയീമയീം ത്രിഭുവനമാതരം രമാം ഗുണാധികാ ഗുരുതര ധാന്യഭാഗിനോ ഭവന്തി തേ ഭവമനുഭാവിതാശയാഃ സ്തുവന്തി യേ സ്തുതിഭിരമോഭിരന്വഹം ത്രയീമയീം ത്രിഭുവനമാതരം രമാം ഗുണാധികാ ഗുരുതര ധാന്യഭാഗിനോ ഭവന്തി തേ ഭവമനുഭാവിതാശയാഃ സ്തുവന്തി യേ സ്തുതിഭിരമോഭിരന്വഹം ത്രയീമയീം ത്രിഭുവനമാതരം രമാം ഗുണാധികാ ഗുരുധന ധാന്യഭാഗിനോ ഭവന്തി തേ ഭവമനുഭാവിതാശയാഃ. സർവം ലക്ഷ്മീദേവിക്ക് സമർപ്പിക്കുന്നു, വിഷ്ണു ഭഗവാന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ വേദസ്വരൂപിണിയും ത്രിഭുവന മാതാവുമായ ലക്ഷ്മീദേവിയെ ഈ സ്തോത്രങ്ങൾ കൊണ്ട് അനുദിനം സ്തുതിക്കുന്നവർ ജന്മം തോറും അധികമായ ധനധാന്യ ആദിഭാഗ്യ യുക്തന്മാരായിട്ട് സംതൃപ്ത ചിത്തന്മാരായിട്ട് ഭവിക്കുന്നു എന്ന് ആണ് അതിൻ്റെ ഒരു സങ്കല്പം. അപ്പോൾ ഈ ഒരു സ്തുതി നമ്മൾക്ക് തന്ന ശങ്കരാചാര്യരുടെ പാദാരവിന്ദങ്ങളിൽ ഈ ഒരു പാരായണം സമർപ്പിക്കുന്നു, ഈ ഒരു സ്തുതിയുടെ പാരായണം സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ഗുരുക്കന്മാർക്കും സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ.